നിസ്കാര ശേഷം നമ്മൾ ഓതേണ്ട കാര്യങ്ങളൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് ഒന്നുകിൽ ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ കുഴപ്പമൊന്നുമില്ല. ആ പോണ പോക്കിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരുത്തത്തിലോ 5 കാര്യങ്ങൾ ഓതണം. ആദ്യം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഒരെണ്ണം ഓതണം, എന്നിട്ട് 5 ആയത്തുകൾ. ആദ്യം എന്താ ഓതേണ്ടത്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ എത്ര തവണ ഓതണം? ഒരു പ്രാവശ്യം ഓതിയാൽ മതി, ഒരു തവണ ഓതിയാൽ മതി. അപ്പൊ ഒരു തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക. ശേഷം ആയത്തുൽ കുർസി ഒരു തവണ. ആയത്തുൽ കുർസി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആദ്യം ഫാത്തിഹ, പിന്നെ ആയത്തുൽ കുർസി. മൂന്നാമത്തേത് സൂറത്തു ആലു ഇമ്രാനിലെ 18ാമത്തെ ആയത്ത് ഓതുക. ഷഹിദല്ലാഹു എന്ന് തുടങ്ങുന്ന ആ ആയത്ത് എല്ലാവർക്കും സുപരിചിതാണ് അല്ലെ? ആലു ഇമ്രാനിലെ 18ാമത്തെ ആയത്ത് ഓതുക. അതിനുശേഷം അപ്പൊ എത്രണ്ണായി? ഫാത്തിഹ, പിന്നെ ആയത്തുൽ കുർസി, ഷഹിദല്ലാ എന്ന് തുടങ്ങുന്ന ഈ 2 ആയത്തുകൾ. അതായത് ഫാത്തിഹ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ആയത്തുകളായി അല്ലെ? 2 ആയത്തുകളായി. ഇനി നോക്കൂ, ഇനി സൂറത്ത് ആലി ഇമ്രാനിലെ തന്നെ 19ാമത്തെ ആയത്ത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ചെറിയൊരു ആയത്താണ്, അത് ഓതുക. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇനി അതിനുശേഷം ആലി ഇമ്രാനിൽ തന്നെ 26, 27 ആയത്ത് ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, അതിനുശേഷമുള്ള ആയത്തും കൂടെ ഹിസാബിൽ അവസാനിക്കുന്നത് കണ്ടോ? അപ്പൊ 26, 27